പൗലോസ് 275 പേരോട് പറയുകയാണ്, ഇന്ന് 14 ദിവസമായില്ലേ നിങ്ങൾ ആഹാരം കഴിച്ചിട്ട്, അതുകൊണ്ട് നിങ്ങൾ ആഹാരം കഴിച്ച് ബലപ്പെടുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. അതിൻ്റെ അർത്ഥം എന്താണ്? പൗലോസിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരോട് പറയുകയാണ്, നിങ്ങൾ, നമ്മളെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇന്ന് 14 ദിവസമായി ആഹാരം കഴിക്കാതിരിക്കുകയാണ്. റീസൺ എന്താണ്? അവരെ കപ്പൽ യാത്രയിൽ ഈശാ മൂലം കാറ്റടിച്ചു. അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് 14 ദിവസം സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാൻ പറ്റാത്ത തരത്തിൽ, ഞങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് വിശ്വസിക്കുന്ന തരത്തിൽ ഒരു വലിയ പ്രതിസന്ധി അവിടെ വന്ന് 14 ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യനെ പകൽ കാണാൻ പറ്റാത്ത തരത്തിൽ ഈശാ മൂലം കാറ്റടിച്ച് തിരകൾ ആകാശത്തോളം ഉയർന്നു നിൽക്കുമ്പോൾ സൂര്യനെ അത് മറച്ചെന്ന, അങ്ങനെയെങ്കിൽ 14 ദിവസം തിരയാൽ മറയ്ക്കപ്പെട്ട ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങൾ കഴിഞ്ഞുകൂടുക ഈസിയല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ കുടുംബവും സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലോട്ട് വരുമ്പോൾ ഓടിക്കൊണ്ടിരുന്ന ഫ്ലൈറ്റ് പെട്ടെന്നൊന്ന് കുലുങ്ങി. അതിന് എയർ ജാക്കറ്റ് എന്നാന്ന് തോന്നുന്നു, എയർ പോക്കറ്റ് എന്നാന്ന് തോന്നുന്നു പറയുന്നത്. കാരണം ഫ്ലൈറ്റ് ഇങ്ങനെ സ്പീഡിൽ ഓടി വരുമ്പോൾ കുറേ കിലോമീറ്ററിൽ വായു ഉണ്ടാകത്തില്ല. അപ്പോൾ വണ്ടി ഗട്ടൽ വീഴുന്ന പോലെ ഓടി വരുന്ന ഫ്ലൈറ്റ് പടവൊന്ന് താഴെ പോകും. എന്നിട്ട് അവിടെ കിടന്നൊരു കുലുക്കമൊക്കെ ഉണ്ടാകും. അടുത്ത എയറിൽ കയറുമ്പോഴാണ് അത് ലെവലാകുന്നത്. സ്തോത്രം. പെട്ടെന്ന് താഴോട്ട് പോയപ്പോൾ ആ ഫ്ലൈറ്റിലിരുന്ന 3/4 ജനങ്ങൾ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. സ്തോത്രം. ഒരു 5-10 സെക്കൻഡ് പോലും ആ പിടച്ചിലിൻ്റെ അകത്ത് ജീവൻ പോകുമോ എന്ന് ഭയപ്പെട്ടെങ്കിൽ 14 ദിവസം അതിനേക്കാളോ അപ്പുറത്തെ പ്രതിസന്ധിക്കകത്ത് 276 പേര് ഇപ്പോൾ കപ്പൽ ഉടയുമെന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് കിടന്ന് നിലവിളിക്കുമ്പോൾ ദൈവത്തെ അറിയുന്ന ഒരു ക്രിസ്തു ഭക്തൻ പറയുകയാണ്, അല്ലയോ കൂട്ടുകാരെ, ഇന്ന് 14 ദിവസമായില്ലയോ നിങ്ങൾ ആഹാരം കഴിച്ചിട്ടില്ലല്ലോ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആഹാരം കഴിച്ചില്ല, പക്ഷേ ഈ 14 ദിവസവും ഞാൻ ആഹാരം കഴിച്ചു എന്നാണ്. പൗലോസ്, ഈ തൻ്റെ ഇടം നിനക്ക് എവിടെ നിന്നുണ്ടായി? 275 പേര് നിലവിളിക്കുക, ഇപ്പം മരിക്കും. വലിയ തിരകള് ഷിപ്പിനെ അടിച്ചിട്ട് ഇപ്പൊ ഷിപ്പ് ഉടയുന്ന രീതിയാണ്. ഈശാ മൂലം കാറ്റിന്റെ കരങ്ങളിൽ കിടന്ന് കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടമാടുകയാണ്. ആർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും? 275 വരെ കുറ്റം പറയാൻ പറ്റുമോ? സ്തോത്രം. ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം, അവരെ കുറ്റം പറയണം. കാരണം അവരറിയേണ്ടവനെ അറിയാത്തത് കൊണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, 275 വരെ അവരെ വിശ്വസിക്കുന്ന ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ല. എന്നാൽ അതിൻ്റെ അകത്തൊരു ക്രിസ്തു ഭക്തൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അകത്തൊരു ബോധ്യതയുണ്ടായി. അവൻ വിളിച്ചു പറയുകയാണ്, നിങ്ങളിൽ ഒരാട് തലയിലെ ഒരു രോമം പോലും പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഒരു അഭിഷിക്തൻ വിശ്വാസത്താൽ വാക്കു കൊടുക്കുക. എന്നാ ആത്മീക തൻ്റെ ഇടമാ പാസ്റ്റേ. 275 പേരുകൾ നിലവിളിക്കുമ്പോൾ ഒരു മനുഷ്യൻ ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ അവൻ പറയുകയാണ്, നിന്റെ തലയിലെ ഒരു രോമം പോലും പോവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പൗലോസേ, അഭിഷിക്ത, ഇത്ര തൻ്റെ ഇടം നിനക്ക് എവിടെ ഉണ്ടായി? എങ്ങനെയുണ്ടായി? അവൻ പറയും, 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന്റെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് വെളിച്ചം അവൻ്റെ ചുറ്റിനും മിന്നി. വാക്യമിട്ട് ശൗല് നിലത്ത് വീണു. അവൻ എഴുന്നേറ്റു. അവൻ്റെ 2 കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. 3 ദിവസം ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇരുന്നു. 3-ാമത്തെ ദിവസം ഒരു അനന്യാസ് കൈവച്ചപ്പോൾ കണ്ണു തുറന്നു. പൗലോസിന് പറയാനൊരു സാക്ഷ്യമുണ്ട്. ശക്തനായ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നശിപ്പിക്കുകയും 3-ാമത്തെ ദിവസം കാഴ്ച തിരിച്ചു തന്ന എൻ്റെ ദൈവത്തിന് ഈ കപ്പലിൻ്റെ അകത്തുനിന്ന് ഒരു രോമം പോലും നഷ്ടപ്പെടാതെ എന്നെയും എൻ്റെ കൂടെ താമസിക്കുന്നവരെയും പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് കഴിഞ്ഞ കാലഘട്ടം അവനെ ഒരു പാഠം പഠിപ്പിച്ചു. ആ വിശ്വാസത്തിൻ്റെ അകത്ത് നിന്ന് അവൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ആഹാരം കഴിക്കുക. എൻ്റെ ബാൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ കുടുംബത്തിനകത്ത് ഒറ്റ ഒരുത്തൻ വിശ്വാസിയാണെങ്കിൽ ബാക്കിയുള്ള ഒരൊറ്റ എണ്ണത്തിൻ്റെ തലയിലെ രോമം പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ അപ്പനോ അമ്മയോ ഭാര്യയൊക്കെ പറയാറില്ലേ, നിങ്ങളുടെ ബന്ധുക്കാരും നിങ്ങളുടെ സമുദായക്കാരൊക്കെ പറയാറില്ലേ, എന്തിനാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്? വല്ല കാര്യമുണ്ടോ? വീടിൻ്റെ അകത്ത് വല്ല ഇരുന്നാൽ പോരെ? അവർക്ക് മനസ്സിലാകാത്തതെന്ന് നമുക്കറിയാം. ഈശാമൂലൻ അടിച്ചാലും അതിൻ്റെ അകത്ത് സുരക്ഷിതമായിട്ട് വെക്കുവാൻ എൻ്റെ ആരാധനയ്ക്ക് കഴിയും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും.
സത്യത്തിലും ആത്മാവിലുള്ള എൻ്റെ ആരാധനയ്ക്ക് കഴിയും. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടല്ലേ നിങ്ങൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ കൊടുക്കുന്ന ഉറപ്പാണ്. എന്നെ പലരും വിളിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാറില്ലേ? നോ പ്രോബ്ലം, ഞാൻ പ്രാർത്ഥിച്ചോളാം, നിങ്ങൾക്ക് വേണ്ടാത്തതൊന്നും ദൈവം ചെയ്യത്തില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം എനിക്ക് തന്നൊരു ഉറപ്പാണ്. എനിക്കൊരു കാര്യം അറിയാം, പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. ഞാൻ പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. എൻ്റെ വിശ്വാസം നിന്റെ കെട്ടിനെ പൊട്ടിക്കും. സ്തോത്രം. എന്നിട്ട് നിന്നെയും ഒരു വിശ്വാസ വീരിയാക്കി കർത്താവ് മാറ്റും. ഹല്ലേലൂയ. കുടുംബത്തോട് ഒറ്റയൊരെണ്ണം വിശ്വാസത്തിൽ ഇറങ്ങിയെങ്കിൽ, ഒറ്റയൊരെണ്ണം സ്നാനപ്പെട്ട് കരയ്ക്ക് കയറിയെങ്കിൽ നിന്റെ പുറകെ മറ്റുള്ളവരും വരും. വെയിറ്റ് ആൻഡ് സീ. ദൈവത്തിൻ്റെ വചനം അത് ഒരിക്കലും പാഴായി പോകത്തില്ല. നീ വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ആ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ആഹാരം കഴിച്ച് തൃപ്തരാകുക. എന്നെ കണ്ടില്ലേ, ഞാൻ ആഹാരം കഴിക്കുന്നുണ്ടല്ലോ. സ്തോത്രം. അവരെ പറഞ്ഞ് ബലപ്പെടുത്തി. അതിനെ പറയാ അവർ ആഹാരം കഴിച്ചു. സ്തോത്രം. ഈ പൗലോസിനറിയാം, ഈ കപ്പൽ ഉടഞ്ഞാലും ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ 3 ദിവസം കണ്ടു കാണാതിരുന്നവൻ 3-ാമത്തെ ദിവസം അനന്യാസ് കൈവച്ചപ്പോൾ ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് കണ്ണിൽ നിന്ന് ഇറങ്ങി താഴെ പോയി. അതിന്റെ വാക്യം 20 യേശു തന്നെ ദൈവപുത്രൻ എന്ന പള്ളികളിൽ പ്രസംഗിച്ചു. കേട്ടവരെല്ലാം വിസ്മയിച്ചു. ഇന്നലെ വരെ പള്ളിക്കകത്ത് കയറിയിട്ട് യേശു ദൈവമല്ലെന്ന് പ്രസംഗിച്ചവൻ, ഹല്ലേലൂയ, ദൈവം കരം വെച്ചപ്പോൾ, ദൈവത്തിന്റെ ഒരു ചെറിയ മിന്നലേറ്റപ്പോൾ അവൻ വിളിച്ചു പറയാൻ തുടങ്ങി, യേശു തന്നെ ദൈവപുത്രൻ. ആമേൻ. യേശു തന്നെ ദൈവപുത്രൻ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെറിയൊരു അത്ഭുതം നിനക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിൽ നിന്ന് പുറപ്പെടേണ്ട പദം ഇതാണ്, മറ്റുള്ളവരോട് പറയേണ്ട പദം ഇതാണ്, യേശു തന്നെ ദൈവപുത്രൻ. ഹല്ലേലൂയ. അത് കേട്ട് ജനം വിസ്മയിക്കണം. ഇന്നലെ വരെ നീ തല്ലിപ്പൊളിയായിരുന്നു, മദ്യപാനിയായിരുന്നു. പക്ഷേ ഇന്ന് നിന്റെ കരുത്തിൻ്റെ അകത്ത് ബൈബിളോ നീ പ്രസംഗിക്കുന്നത് യേശുവിനെ ആകുകൊണ്ട് അത് കാണുന്നവർ വിസ്മയിക്കട്ടെ. എന്നിട്ട് അവര് പറയണം, കഴിഞ്ഞ കാലത്തിൽ ഇവരൊരു ശൗലായിരുന്നല്ലോ. ആമേ. അത് പറയിപ്പിക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ ദൈവം ആ പ്രവൃത്തി നിന്നിൽ കൂടെ ചെയ്യും. സ്തോത്രം. എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്യം. അങ്ങനെ അവൻ യഹൂദന്മാരുടെ അടുത്ത് ഇങ്ങനെ പ്രസംഗിച്ചു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പ്രസംഗിച്ചു. വാക്യം 23. കുറേ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. ശൗൽ അവരുടെ കൂട്ടുകെട്ടറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവർ രാവും പകലും, കേട്ടോണം, നഗരഗോപുരങ്ങളിൽ കാവൽ വെച്ചു. ഈ പൗലോസ് ഇറങ്ങി ചെന്നാൽ പിടിക്കുവാൻ തക്കവണ്ണം ഇതിന് ചുറ്റിനും കാവൽക്കാരെ നിർത്തി, അതിൻ്റെ വാതിലും കാവൽക്കാരെ നിർത്തി. സ്തോത്രം. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി ദൈവം വഴി തുറക്കുന്നത് കണ്ടോണം. വാക്യം 25. എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കുട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. സ്തോത്രം. പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുവാൻ ദൈവം കരങ്ങളിൽ എടുത്തതൊരു കുട്ട. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ദൂത് കൈമാറാം. നിനക്കൊരു വിടുതൽ തരുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു കുട്ടയായിരിക്കും. സ്തോത്രം പറ. ഒരു സാധാരണ ഒരു മനുഷ്യനായിരിക്കും. ആമേൻ. പ്രസംഗത്തിൻ്റെ അകത്തെ ഒരു പദമായിരിക്കും. സ്തോത്രം. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ ശത്രുവിന്റെ ചുറ്റിനും വാളുമാട്ടു നിന്നാലും അവന്റെ കരങ്ങളിൽ പിടികൊടുക്കാതെ കുട്ടയ്ക്കകത്തിരുത്തി നിന്നെ പുറത്തിറക്കി വിടുവാൻ കഴിവുള്ള ഒരു മഹാശക്തനാണ് സർവശക്തനായ നമ്മുടെ ദൈവം. ഒരു ഹല്ലേലൂയ പറ. ഈ ബുദ്ധി ശിഷ്യന്മാർക്ക് എങ്ങനെ ആര് പറഞ്ഞു കൊടുത്തു? കുട്ടയ്ക്കകത്ത് എന്താണ്? കുട്ടയ്ക്കകത്ത് ചോറോ അപ്പമോ പപ്പടമോ ഒക്കെ പൊള്ളിച്ചിടാനുള്ളതാണ്. സ്തോത്രം, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പം എൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വരികയാണ്, നീ എത്ര വലിയ പുള്ളിയാണെങ്കിലും നിന്നെ ചുരുട്ടി കൂട്ടി ഒരു കൊട്ടയ്ക്കകത്താക്കാൻ ദൈവത്തിന് കഴിയും. ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. നീ ഇനി എത്ര വലിയ കുടുംബക്കാരനായാലും, നീ എത്ര വലിയ വില്ലാളിയാണേലും നിന്നെ ചുരുട്ടി ഒരു കൊട്ടയ്ക്കകത്താക്കാൻ എൻ്റെ തമ്പുരാന് കഴിയും. വിശ്വസിക്കുന്നവർ കരമുയർത്തൊരു ഹല്ലേലൂയ പറ. അങ്ങനെ ചുരുട്ടി കൂട്ടിയതുകൊണ്ടല്ലേ ഇന്ന് പലരും മുമ്പിൽ കയറിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ പലരും ഇന്ന് മൈക്ക് പിടിച്ച് നിൽക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. പൗലോസ് ചിന്തിച്ചു കാണും, ഒരു കുട്ടയ്ക്കകത്ത് വെച്ച് ഒരു സൈന്യത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് എന്നെ ഇറക്കി വിട്ട ദൈവത്തിന്
ഈ കപ്പലിൻ്റെ അകത്തുനിന്ന് എന്നെ പുറത്തിറക്കാൻ പറ്റത്തില്ലയോ? എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? എൻ്റെ കൂടെ ഒന്ന് ആത്മാവിൽ കയറി വരണമേ. ഒരു കുട്ടയ്ക്കകത്തുനിന്ന് രക്ഷപ്പെടുത്തിയ ദൈവത്തിന് ഒരു കപ്പലിൻ്റെ അകത്തുനിന്ന് എൻ്റെ കൂടെ വരുന്ന 275 പേരെയും രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് പൗലോസിന്റെ കഴിഞ്ഞകാല ജീവിതം ഒരു പാഠം കൊടുത്തു. സ്തോത്രം. ഇന്ന് ഞാൻ ഇവിടെ നിന്നുണ്ട് ആത്മാവെ വിളിച്ചു പറയട്ടെ, ഒരു ക്യാൻസർ രോഗിയായ ദൈവം എന്നെ സൗഖ്യം തന്ന് മാറ്റി നിർത്തിയെങ്കിൽ ഇനിയും എനിക്ക് ഒരു വിഷയത്തിന് മുമ്പേ ഞാൻ ഭാരപ്പെടത്തില്ല. കാരണം എൻ്റെ അകത്ത് എനിക്കൊരു ബോധ്യതയുണ്ട്. അന്ന് ചത്തുപോകേണ്ടി എന്നെ ദൈവ ജീവനോട് വെച്ചെങ്കിൽ ഇനി ഒരു മരണത്തിന് എൻ്റെ മുകളിൽ കാര്യമില്ല. ഒരു മരണത്തിനും എന്നെ ജയിക്കാൻ കഴിയില്ല. പറഞ്ഞു വന്നതിൻ്റെ മധ്യത്തിൽ പറയട്ടെ, കഴിഞ്ഞ ആഴ്ച എൻ്റെ 1 വർഷത്തെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു ക്യാൻസറിൻ്റെ. അതിൻ്റെ എല്ലാവിധമായ ബ്ലഡ് ടെസ്റ്റും മറ്റെല്ലാവിധമായ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുമായിട്ട് ഡോക്ടർ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. സ്തോത്രം. ഞാൻ എൻ്റെ ഈ ചെക്കപ്പിൻ്റെ ദിവസമൊക്കെ എൻ്റെ ഭാര്യ പറയുമ്പോഴാണ് ഓർക്കുന്നത്. എന്നാലും ഞാൻ പറയുന്നത് നീ എൻ്റെ പണി നോക്ക് എന്നൊക്കെ പറയുന്ന. കാരണം എൻ്റെ മനസ്സിൽ ഞാനൊരു പേഷ്യൻ്റ് അല്ല. ഞാൻ ഇതുവരെ എൻ്റെ ശരീരത്തിനെ അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഇനി ചത്താലും അനുവദിക്കത്തുമില്ല. ഹല്ലേലൂയ. അങ്ങനെ എനിക്കൊരു ഉറപ്പ് തന്ന ദൈവം. ശത്രു കൊണ്ടിടുന്ന ചെറിയ ചെറിയ പരിപാടിക്കകത്ത് ഞാൻ ഭയന്ന് പോകുമോ? നോ. അപ്പം ഞാൻ പറയൂ, ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് ആ ഓപ്പറേഷൻ ഡെസ്കിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. അന്ന് ഞാൻ അതിൻ്റെ മുകളിൽ കയറി കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കാൻ ആരുമില്ല. എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മെയിൻ ഡോർ വരെ വന്നുള്ളൂ. അതിനുശേഷം അവർക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇനിയും എൻ്റെ അടുത്ത് നീ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിലോട്ട് തരികയാണ്. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമേ, അങ്ങനെ ശുശ്രൂഷിക്കണമേ. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ ഒരു നീല വെളിച്ചം അടിച്ചു. എനിക്ക് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. സ്വർഗം എനിക്ക് വാണിംഗ് തന്നു. നോ പ്രോബ്ലം. ഹല്ലേലൂയ. ആ ഒരു ബോധ്യത എനിക്കുള്ളത് കൊണ്ട് സ്തോത്രം. ഞാൻ പറയൂ, എന്നെ ഇനി ഒരു മരണത്തിന് ആക്രമിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില വിഷയത്തിൻ്റെ അകത്ത് ദൈവം ചെയ്ത അത്ഭുതങ്ങളാണ് എന്നെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു മൂക്കിപ്പനി നിന്റെ ദൈവം പ്രാർത്ഥിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരുന്ന ക്യാൻസറിന്റെ അകത്തുനിന്ന് പോലും രക്ഷപ്പെടുവാനുള്ള ഒരു പാഠമായി ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ നിങ്ങൾ കാണണമെന്ന് ഇന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് എൻ്റെ കർത്താവിന് ഹല്ലേലൂയ സ്തോത്രം. 275 പേർ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു. അനുഭവമുള്ളവൻ പറയുന്നു, നിങ്ങൾ ആഹാരം കഴിച്ചോ തലയിലെ ഒരു രോമവും നഷ്ടപ്പെടത്തില്ല. താഴെ വായിച്ചു വരുമ്പോൾ കപ്പൽ പൊട്ടി. കപ്പൽ പൊട്ടി. 276 പേരെ വഹിച്ചുകൊണ്ട് പോയ കപ്പൽ ഉടഞ്ഞെന്നാണ് പറയുന്നത്. മണൽത്തിട്ടയിൽ അടിച്ച് ഉടഞ്ഞുപോയി. ഒരു പാത്രം ഉടയുന്നത് പോലെ ചിന്ന ഭിന്നമായി പോയി. എന്നാൽ 276 പേരുടെ തലയിലെ ഒരു രോമം ചിതറിപ്പോവാൻ ദൈവം അനുവദിച്ചില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഒരു വലിയ സ്ഫോടനത്തിൻ്റെ അകത്ത് 276 പേര് കിടക്കുമ്പോൾ അതിൽ ഒരു കുഞ്ഞിൻ്റെ പോലും ശരീരത്ത് ഒരു പോറൽ പോലും ഏറ്റില്ലെന്ന് പറഞ്ഞാൽ അത് അസാധ്യമല്ല. പക്ഷേ എൻ്റെ ദൈവത്തിനല്ല സാധ്യമാണ്. എൻ്റെ ദൈവം എവിടെയാണ് വാക്കുകൾ സാധ്യമാക്കുന്നത്? നിന്റെ പ്രവചനത്തിൻ്റെ മുമ്പിൽ, നിന്റെ വിശ്വസ്തമായ പോസിറ്റീവ് വാക്കിൻ്റെ മുമ്പിൽ ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിലെ ഒരു രോമം കൊഴിഞ്ഞു പോകണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് സ്വർഗമല്ല, തീരുമാനിക്കുന്നത് നിന്റെ നാവാണ്. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നിന്റെ നാവാണ്. നീ അനുഗ്രഹിക്കപ്പെടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിന്റെ നാവാണ്. സ്തോത്രം. പൗലോസ് പറഞ്ഞതുപോലെ 276 എണ്ണവും നീന്തറിയുന്നവനും നീന്തറിയാത്തവരും കര കയറി. അതായത് മറ്റൊരു അത്ഭുതം. നീന്തറിയുന്നവൻ നീന്തി കയറി, നീന്തറിയാത്തവരെ ദൈവം കരക്ക് കയറ്റി. ആമേൻ. കരക്ക് കയറ്റി. സ്തോത്രം. കരക്ക് കയറിയപ്പോൾ ഇത് പറയണമെന്ന് വിചാരിച്ചു വന്നില്ല. എന്നാലും ആ വന്ന ഒഴുക്കിന് ഞാൻ പറഞ്ഞു പോട്ടെ. കരക്ക് കയറി അങ്ങനെ അവർ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ബർബരന്മാർ, അവർ മെലിത്താദ്വീപിലുള്ള ബർബരന്മാർ അവർക്ക് തീ കായുവാൻ വലിയ ആഴി ഉണ്ടാക്കി കൊടുത്തു. സ്തോത്രം. ആഴിക്കകത്ത് വിറക് പറക്കിയിടുമ്പോൾ പൗലോസിൻ്റെ കയ്യിൽ ഒരു അണലി കടിച്ച് തൂങ്ങി. ഒരു ഹല്ലേലൂയ പറഞ്ഞ് അണലിയെ കടിച്ച് തൂങ്ങി. കഴിഞ്ഞൊരു ദിവസം എനിക്കിങ്ങനെ മനസ്സിലായി. അണലിയെ പറ്റി ഞാനിങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പഠിച്ചതൊന്നും അല്ലേ,
അതൊരു ഗമയ്ക്കങ്ങ് പറഞ്ഞതാ. കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അണലിയുടെ പല്ല് മറ്റുള്ള പാമ്പിൻ്റെ പല്ലിനെ പോലല്ല. അത് നീളമുള്ളതാണ്, വളഞ്ഞിരിക്കുന്നതാണ്. ഒരു ബൈറ്റ് ചെയ്താൽ അതിന് തന്നെ ആ പിടിവിടാൻ പാടാണ്. കാരണം അത് കയറി കൊരുത്തു പോകും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാനിത് പ്രസംഗിച്ചതിനേക്കാളും അപ്പുറമായ ആത്മീക സാന്നിധ്യം പേറിക്കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു. അതങ്ങനെ ആത്മീക സാന്നിധ്യം പേറാനുള്ള കാരണം ഇതാണ്. കയ്യിൽ തൂങ്ങി എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാനൊരു മണ്ടബുദ്ധി ചിന്തിച്ചു, അത് ചുമ്മാ വാല ചുറ്റിക്കിടന്നതായിരിക്കും, കടിച്ചതൊന്നും അല്ലെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി, വാലെ ചുറ്റിക്കിടന്നതല്ല, കടിച്ചു കോർത്ത് കിടന്നതാ. സ്തോത്രം. ഒരു അഭിഷിക്തന്റെ കരത്തിൽ കടിച്ച് അതിന്റെ പല്ല് ഊരിയെടുക്കാൻ പറ്റാതെ തൂങ്ങിക്കിടക്കുമ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു, ഇപ്പോഴവൻ ചാവും, ഇപ്പോഴവൻ നിലത്ത് വീഴുമെന്ന് പറഞ്ഞ്. ചരിത്രം അങ്ങനെയാണ്. എന്നാൽ ആ ചരിത്രം അറിയാവുന്ന ബർബരന്മാർ ഇവനെ കുഴിച്ചിടുവാൻ വേണ്ടി, കുഴിവെട്ടാൻ വേണ്ടി റെഡിയാകുമ്പോൾ അഭിഷിക്തൻ ഒരു കാര്യം ചെയ്തു. തൂങ്ങിക്കിടക്കുന്ന ആണലിയെ തീക്കകത്ത് കുടഞ്ഞിട്ടു. സ്തോത്രം. ഇവിടെ നിന്നുകൊണ്ടൊരു ദൂത് പറഞ്ഞ് നിർത്തിയേക്കാം. ശത്രു നിന്നെ ചുറ്റിയേക്കാം, കടിച്ചേക്കാം. നിന്നെയും നിന്റെ കുടുംബത്തെയും ചുറ്റി വരിഞ്ഞേക്കാം. അതിൻ്റെ വിഷപ്പല്ലുകൾ നിന്റെ ശരീരത്തെ ആഞ്ഞ് തറച്ചേക്കാം. പക്ഷെ ഇന്ന് ഞാൻ ഈ വചനത്തിൻ്റെ കെയർഫുള്ളൊരു കാര്യം പറയാം. നീ വിശ്വാസമുള്ളൊരു വിശ്വാസിയാണെങ്കിൽ അണലിയുടെ വെനത്തിനെ ഓവർകം ചെയ്യാനുള്ള ആ അഭിഷേകം നിന്റെ രക്തത്തിൻ്റെ അകത്തുണ്ടെന്ന് മറന്നു പോകരുത്. സാധാരണ മനുഷ്യനില്ലാത്ത ഒരു പ്രത്യേകത അവൻ്റെ രക്തത്തിൻ്റെ അകത്തുണ്ട്. അതത്രേ അഭിഷേകം. ഒരു അഭിഷേകത്തിൻ്റെ മുകളിൽ ജയമെടുക്കുവാൻ ഒരു അണലിയുടെ രക്തത്തിന് കഴിയത്തില്ലെന്ന് ഇന്ന് പൽക്കാലം ഞാൻ ദൂത് പറയുന്നു. അത് മാത്രവുമല്ല, അണലി കടിച്ചു തൂങ്ങിയാൽ അതിനെ കുടഞ്ഞ് തീക്കത്തിടുവാനുള്ള അഭിഷേകം നിന്റെ കരത്തിൽ ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ആ തീ എന്താണ്? മോശ ഒരു മുൾപ്പടർപ്പിന്റെ മുമ്പിൽ നിന്ന് തീ കണ്ടതേയുള്ളൂ. എന്നാൽ സ്നാനപ്പെട്ട് കരക്കേറിയ നിന്റെ അകത്ത് തീ കത്തുന്നുണ്ട്. കടിച്ചു തൂങ്ങുന്ന ശത്രുവിനെ കുടഞ്ഞ തീ കാത്തിടാനുള്ള അഭിഷേകവും ആത്മാവിന്റെ തീയെയും സ്വർഗം നിനക്ക് പകർന്നു തന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക.